ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് 1917 എന്ന മൂവിയുടെ ലിമിറ്റഡ് എഡിഷൻ 4K അൾട്രാ HD സ്റ്റീൽ ബുക്കിൻ്റെ റിവ്യൂ ആണ്. ഇപ്പോൾ 1917 എന്ന മൂവി 2019 റിലീസായത്. സാം മെൻഡസാണ് ഡയറക്ടർ. പുള്ളി തന്നെ റൈറ്റ് ചെയ്ത മൂവിയാണിത്. 2 മണിക്കൂർ 19 മിനിറ്റാണ് റൺ ടൈം. പക്ഷേ ഇതൊരു ഫുള്ളി ആക്ഷൻ ഓറിയന്റഡ് മൂവി അല്ല. കുറെ കൂടെ സ്ലോ പേസ്ഡ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇൻഡയറക്ട്ലി ഇതൊരു സോൾജിയറിന്റെ ലൈഫിൽ നടക്കുന്ന ചേഞ്ചസ്, മൈൻഡ് സെറ്റ്സ്, അവർ എന്താണ് ആ ട്രോമ ഉണ്ടാവുന്നത്, ഇതൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇതൊരു സ്ലോ പേസ്ഡ് മൂവി ആണെന്ന് പറഞ്ഞാലും സ്റ്റിൽ ഇത് അക്കാഡമി അവാർഡിൽ 10 നോമിനേഷൻസും 3 അവാർഡ് വിന്നറുമാണ്. ആ അവാർഡ് വിന്നിങ് കാറ്റഗറി എന്ന് പറയുന്നത് ഒന്ന് സൗണ്ട് എഫക്ട്സ്, ഒന്ന് വിഷ്വൽ എഫക്ട്സ്, ഒന്ന് സിനിമാറ്റോഗ്രഫി. ഈ 3 കാറ്റഗറി എന്ന് പറയുമ്പോൾ തന്നെ ഇത് ടെക്നിക്കലി എത്രത്തോളം വെർത്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. ഈ മൂവിയുടെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ നടക്കുന്ന സമയമാണ്. അപ്പം ഈ ജർമ്മൻ ആർമിയുടെ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് അത് ഒരു സെറ്റ് ഓഫ് ആൾക്കാരിലേക്ക്, അതായത് മുന്നിൽ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രൂപ്പിലേക്ക് ആ ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി 2 സോൾജേഴ്സിനെ അസൈൻ ചെയ്യുകയാണ്. ആ ഒരു സോൾജേഴ്സിൻ്റെ ഒരു ബ്രദറും ഫസ്റ്റ് ട്രൂപ്പിലുണ്ട്. അപ്പം ആ ഒരു ഈ പോകുന്ന 2 സോൾജേഴ്സിൽ ഒരാൾക്ക് അവിടെ എത്തുക എന്നുള്ളത് സ്വന്തം ബ്രദറിനെ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടർ കൂടിയാണ്. പക്ഷേ കൂടെ പോകുന്ന ആൾ ജസ്റ്റ് ഒരു അക്കമ്പനിയർ മാത്രമാണ്, ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ള ആളാണ്. ബ്ലേക്കും ഷോഫീൽഡ് എന്ന് പറഞ്ഞ 2 ക്യാരക്ടേഴ്സാണ് ഈ 2 ആർമി പേഴ്സൺസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ആദ്യം ജസ്റ്റ് ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവി ആയിട്ട് പോകുമെങ്കിൽ നമ്മൾ കുറേ കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇവരോട്ട് ഭയങ്കര ഒരു കണക്ഷൻ വരും, ഈ 2 സോൾജേഴ്സും തമ്മിൽ. അപ്പോൾ ഇതിൻ്റെ ഓഡിയോ വീഡിയോ പറ്റി പറയാം. ഇതിൻ്റെ വീഡിയോ സൈഡ് വരുമ്പോഴേക്കും 4K ഡിസ്കിൽ ഡോൾബി വിഷനും HDR10+ വരുന്നുണ്ട്. അതേ സമയത്ത് ബ്ലൂറേ ഡിസ്കിലും 4K ഡിസ്കിലും ഓഡിയോ ഡോൾബി അറ്റ്മോസ് തന്നെയാണ് വരുന്നത്. അപ്പം അറ്റ്മോസ് മാത്രമാണ് പ്രിഫറൻസ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് എടുത്താലും ഇത് വർത്താണ്. കാരണം ഇത് ലിമിറ്റഡ് എഡിഷൻ സ്റ്റീൽ ബുക്കാണ്. അല്ലാതെ തന്നെ റെഗുലർ എഡിഷൻ ഒരു 4Kയും അല്ലാതെ റെഗുലർ എഡിഷനായിട്ട് ബ്ലൂറേ ഇറങ്ങിയിട്ടുണ്ട്. 100 GB ഡിസ്ക്കാണ് ഈ 4K വരുന്നത്. ഇനി വീഡിയോയുടെ സൈഡിലേക്ക് വരുമ്പോഴേക്കും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് പല കളർ പാലറ്റ്സും, അതായത് ഇതിൻ്റെ ആർമി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ വാർ ഫീൽഡ് എന്ന് പറയുമ്പോഴേക്കും എന്തായാലും ഒരു ഭയങ്കര മഡി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ടോണാണ് എപ്പോഴും വരുന്നത്. ഒരിക്കലും ലൈറ്റായിട്ട് ഫോറസ്റ്റ്സ് കാണിക്കുന്നുണ്ടെങ്കിലും അതേ സമയത്ത് ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇല്ല. അപ്പോൾ അങ്ങനൊരു കളർ പാലറ്റ് വരുമ്പോഴേക്കും എന്തായാലും ഡോൾബി വിഷൻ്റെ യൂസ് നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലാവും. കാരണം വെച്ചാൽ ഇത് അങ്ങനെ കമ്പയർ ചെയ്ത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബ്ലൂറേ ഡിസ്ക്കും 4K ഡിസ്ക്കും കണ്ടു നോക്കുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. നിങ്ങളുടെ പ്ലെയറിൽ അപ്സ്കെയിലിംഗ് ഉണ്ടെങ്കിൽ അത് 4Kയിലായിട്ട് അപ്സ്കെയിൽ ആവുമെങ്കിലും സ്റ്റിൽ ഈ HDRും ഡോൾബി വിഷനൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കളർ വേരിയേഷൻസ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ 4K ഡിസ്ക് തന്നെ യൂസ് ചെയ്യണം. ഇപ്പോൾ പെട്ടെന്നായിട്ടുള്ള ഗൺ ഷോട്ടിൽ നിന്ന് ബ്ലഡ് പോകുന്നതായാലും ഈ ബ്ലഡ് തന്നെ ക്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു കളർ വേരിയേഷൻ വരും. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്ലാക്കിഷ് ടോൺ വരുന്നൊരു ബ്ലഡിൻ്റെ കളറുണ്ട്. ഈ കളർ ഡിഫറൻസുകളെല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവണം നമുക്ക് ഡോൾബി വിഷൻ തന്നെ വേണം. കാരണം അത്രയും നാച്ചുറലായിട്ട് അത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് HDRോ ഡോൾബി വിഷനോ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. നോർമൽ ബ്ലൂറേ ഡിസ്ക് അത് വരാറില്ല. ഇനി ഇതിൻ്റെ ഓഡിയോ പറ്റി പറയാം, കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഡോൾബി അറ്റ്മോസിൻ്റെ കാറ്റഗറി എടുക്കുമ്പോഴേക്കും ഒരു റെഫറൻസ് ആയിട്ടുമാണ് 1917. ഇതിലെ ഡയലോഗ്സ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് സെൻട്രൽ സ്പീക്കർ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്രത്തോളം വോക്കൽ ക്വാളിറ്റി ഉണ്ട് ഡയലോഗ്സിന്. അതേ സമയത്ത് സറൗണ്ടിൻ്റെ കേസ്, അതായത് എന്തൊക്കെ സൗണ്ട് എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം സറൗണ്ടുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടും ഓവർ ഹെഡുമായിട്ട് ഡിപ്പെൻഡ് ആയിട്ടാണ് വരുന്നത്. കാരണം ഇതിനകത്തൊരു ബങ്കറിനകത്ത് വെച്ചിട്ടൊരു ഗ്രനേഡ് എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ മേളിൽ നിന്നുള്ള സാധനങ്ങൾ, അത് ഈ മണ്ണ് കാര്യങ്ങളെല്ലാം ഈ മുകളിൽ നിന്ന് ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ഈ വീഴുമ്പോൾ എല്ലാം ഈ ഓവർ ഹെഡ് സ്പീക്കേഴ്സ് നല്ലപോലെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സഡൻ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ക്ലിപ്പിംഗ് വെച്ചിട്ടുള്ളതിൽ സഡൻ ആയിട്ടുള്ള സ്നൈപ്പർ ഷോട്ടുകൾ അത്രയും ക്ലാരിറ്റിയോടെയും, അതിൽ ഈ സ്നൈപ്പർ ഷോട്ട് ഡയറക്റ്റ് വെള്ളത്തിലേക്ക് കൊണ്ടിട്ട് ഈ വെള്ളം തെറിക്കും, അതായത് റിപ്പിൾസ് ഉണ്ടാവും. ഈ റിപ്പിൾസ് ഉണ്ടാവുന്നത് സറൗണ്ട് സ്പീക്കേഴ്സിലാണ്. അപ്പോൾ ആ ലെവലിലുള്ള ഡീറ്റെയിലിങ്, സൗണ്ട് എഫക്ട്സ് എല്ലാം നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓപ്ഷനാണ് ഈ ലോസ്ലെസ് ഓഡിയോ. പിന്നെ ഈ മൂവി ഒരിക്കലും കണ്ടിട്ടുള്ളവരല്ലെങ്കിൽ ഈ മൂവി പറ്റി അറിയുന്നവർക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെയിൻ സീൻ ഇതിൻ്റെ ക്ലൈമാക്സ് സീനാണ്. ഒരു വാർ ഫീൽഡിനകത്തൂടെ സ്ക്രീനിലേക്ക് നോക്കി ഓടി വരുന്ന നായകൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ ആ സീനിൽ പോലും ആ ഓടുമ്പോൾ നല്ലപോലെ മ്യൂസിക്കാണ് ഹൈലൈറ്റ് ആവുന്നത്.
പക്ഷെ അതേ സമയത്ത് ഇതിനെ പാരലായിട്ട് തന്നെ ഗ്രനേഡ്സ് പൊട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും ഹൈ മ്യൂസിക്കിലും ഈ ഗ്രനേഡ്സ് പൊട്ടും നമുക്ക് കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ എന്ന് പറയുമ്പോഴേക്കും ഇതിൽ എവിടെയൊക്കെയാണോ സ്ക്രീനിൽ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നത് അത്രയും ഡീറ്റെയിലിങ്ങോടെ നമുക്കിത് തിരിച്ചറിയാൻ പറ്റും. എനിക്കിതിൽ ഫേവററ്റ് സീൻ എന്ന് പറയുന്നത് നൈറ്റ് ടൈമിലൊരു ഇതുപോലൊരു റണ്ണിങ് സീനുണ്ട്. വിഷ്വലി സിനിമാറ്റോഗ്രാഫിക്ക് സെലക്ട് ആവാനുള്ള സീൻ എനിക്കതാണ് ഏറ്റവും ഫേവററ്റ് ആയിട്ട് തോന്നിയത്. കാരണം എന്ന് പറയുന്നത് ഈ നൈറ്റ് റൗണ്ട്സ് പോവാണ്, ഈ ഫ്ലൈറ്റ് സ്പേസ് ജെറ്റുകൾ ഇങ്ങനെ റൗണ്ട്സ് പോകുമ്പോഴേക്കും ഇതിൻ്റെ ലൈറ്റ് മാത്രമാണ് ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ഷാഡോസും ഡാർക്ക് സൈഡ്സും ഒരുമിച്ച് കാണുമ്പോഴേക്കും നമുക്ക് ക്ലിയർ ആയിട്ട് HDRൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഏറ്റവും, അതായത് ഒരു റെഫറൻസ് ആയിട്ട് ഓഡിയോ വീഡിയോയ്ക്കും പറയാൻ പറ്റുന്നതിൻ്റെ മെയിൻ കാര്യം ഇതുപോലുള്ള സീൻസാണ്. അപ്പോൾ ഓഡിയോയ്ക്കായാലും വീഡിയോയ്ക്കായാലും നല്ല പോലെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെഫറൻസ് ഐറ്റമാണ് 1917. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. താങ്ക് യു.